ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളർത്തുന്ന ഒരു ആന്തൂര്യത്തിൻ്റെ കുറച്ച് കളക്ഷനും കാര്യങ്ങളും, അതുപോലെ തന്നെ ഞാൻ അതിന് ചെയ്യുന്ന കെയറിങ്, പോട്ടിങ് രീതി, അതുപോലെ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്, അതുപോലെ പ്ലാന്റ്സിൻ്റെ കളേഴ്സ്, അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ മുമ്പ് കുറേ ആയിട്ട് നമ്മൾ പോട്ടിങ്ങിൻ്റെത് സെപ്പറേറ്റ് ആയിട്ടും കെയറിങ്ങിൻ്റെ ഒക്കെ വേറെ വേറെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ പുതിയ കസ്റ്റമർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുന്ന സമയത്ത് 2-3 വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് അയക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ അയച്ചു തരുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ചെറുതിലെ എനിക്ക് ആന്തൂറിയം പ്ലാന്റിനോട് പ്രത്യേക ഇഷ്ടമായിരുന്നു. ആന്തൂറിയം പ്ലാന്റാണ് ഞാൻ എപ്പോഴും വളർത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതും. പക്ഷെ അന്നൊന്നും നമുക്ക് ഇത്ര കളക്ഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ലായിരുന്നു. വളരെ കുറച്ച് ഒരു പിങ്കും അതുപോലെ റെഡ്, അങ്ങനെ വൈറ്റ്, ഈ ഒരു 3 ഷെയ്ഡ് മാത്രമാണ് നമ്മളടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എവിടെ പോകുമ്പോഴും ഞാൻ ഈ ഒരു വലിയ ആന്തൂറിയം കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു ആകർഷണമാണ്, വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കും. അതുപോലെ അന്നൊക്കെ ചെറുതിലൊക്കെ ദൂരദർശനിലൊക്കെ, നമ്മളെ ഈ ഒരു കൃഷി ദർശനിലൊക്കെ ആന്തൂര്യത്തിൻ്റെ കട്ട് ഫ്ലവർ വിറ്റ് ജീവിക്കുന്ന, അത് ഇഷ്ടപ്പെട്ട് വളർത്തുന്നൊക്കെ ഒരുപാട് ചേച്ചിമാരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേ മുതൽ അതൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു അതൊക്കെ. പക്ഷേ എങ്ങനെയോ വഴി തിരിഞ്ഞു വന്ന് നമ്മൾ ഓർക്കിഡിൽ എത്തിപ്പെടുക ചെയ്തത്. പക്ഷെ അന്നും ആന്തൂര്യം ഞാൻ വളർത്തുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഓർക്കിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയുമ്പോഴും എനിക്ക് ഓർക്കിഡിനോടൊരു പ്രത്യേകിച്ച് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ആന്തൂര്യത്തിനോടായിരുന്നു ഇഷ്ടം കൂടുതലും. പിന്നെ ഓർക്കിഡ് നല്ല റേറ്റാണ്, വാങ്ങാനും പറ്റില്ല. 1-2 പ്രാവശ്യം ആദ്യമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കേടായിപ്പോയി. കാരണം എനിക്ക് അറിയില്ലായിരുന്നു അതെങ്ങനെ വളർത്തുക എന്നുള്ളത്. പിന്നെ എല്ലാം വളർത്തുമ്പോഴാണ് നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഓർക്കിഡിൻ്റെ പ്ലാന്റ് എടുക്കാൻ പോകുമ്പോഴും അതുപോലെ ആന്തൂറിയം എടുക്കാൻ പോകുമ്പോഴൊക്കെ നല്ല നല്ല പുതിയ ഒരു വെറൈറ്റികൾ എനിക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ കളക്ഷനിലായിട്ട് വെക്കും. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് വളർത്തുന്ന പ്ലാന്റ്സാണ് ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നോർമൽ വെറൈറ്റിയും ഉണ്ട്, അതുപോലെ ഹൈബ്രിഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊന്നും കറക്റ്റ് കളർ എനിക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നില്ല കേട്ടോ. വല്ലാത്തൊരു ഡാർക്ക് കളറാണ് ഇതിനൊക്കെ ഉള്ളത്. അതുപോലെ നല്ല സൈസുള്ളതാണ്. പ്ലാന്റ് ആയാലും ഫ്ലവർ ആയാലും എല്ലാം നല്ല സൈസിലുള്ളതാണ്. ഓരോന്നും ഓരോ റെഡ് ആണെങ്കിലും ചെറിയ ഡിഫറൻറ്റുകളുണ്ട് ഇതിനെല്ലാം കൂടെ ആയിട്ട്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ഡാർക്ക് കളറാണ്. അതിൻ്റെയും കറക്റ്റ് കളർ എനിക്കിതിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കളക്ഷനിലുള്ള പ്ലാന്റ്സുകൾ. ചിലത് ഇനി വിരിയാനും ഉണ്ട്, കുറച്ചുകൂടെ നല്ല വെറൈറ്റികളൊക്കെ ഉണ്ട്. ചിലത് വിരിഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള എല്ലാം ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട്, അതുപോലെ പുതിയ തൈകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള അടുക്കള വേസ്റ്റ് മാത്രമാണ്. ഇത് നമ്മൾ അന്നന്ന് കിട്ടുന്നത് അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാനൊരു 15 ദിവസമൊക്കെ, എപ്പോഴും നമുക്കിങ്ങനെ പുറത്ത് പോയിട്ട് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാവുന്ന സമയത്തൊക്കെ ഞാനത് ഒരു കവറിൽ നിറച്ച് വെക്കും അന്നന്നത്തത്. അപ്പോൾ ഒരു 15 ദിവസമൊക്കെ ആകുമ്പോൾ അതുപോലെ ഒന്നിങ്ങനെ അഴുകാൻ തുടങ്ങുമ്പോൾ അത് ഒരു കയ്യിനൊരു കവറിട്ടിട്ട് ഞാനും ഹസ്ബൻഡും ഇട്ട് കൊടുക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡാണ് ഇടുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്നത്. അത് വെച്ചാൽ നമ്മുടെ മുട്ടത്തോല്, അതുപോലെ ഉള്ളിയുടെ, അടുക്കളയിൽ പച്ചക്കറിയുടെ എല്ലാ വേസ്റ്റും നമുക്കിതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇതിലിടുമ്പോൾ തന്നെ, നമ്മൾ വേസ്റ്റ് സൂക്ഷിക്കുമ്പോൾ തന്നെ മുട്ടത്തോലൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇടുക. അതുപോലെ തന്നെ ഉള്ളിയുടെ തോല്, വലിയ സവാളയുടെ ഒക്കെ തൊലികൾ വലുതാക്കി ഇടാതെ ചെറിയ പീസാക്കിയിട്ട് ഇടുക. അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൽ ഇട്ടുകൊടുക്കാൻ പറ്റും. വലിയ പീസായിട്ട് കിടക്കില്ല, പെട്ടെന്ന് തന്നെ അത് ലയിച്ച് ചേരും ചെയ്യും അതിൽ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വേസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് പച്ച ചാണകം കൂടെ അതിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നല്ല വളമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത്രയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ആട്ടിൻകാഷ്ടം, ചാണകപ്പൊടി, എല്ലുപൊടി, ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അല്ലാണ്ട് ഇംഗ്ലീഷ് വളങ്ങൾ തീരെ ആന്തൂര്യത്തിന് ഉപയോഗിക്കാറില്ല. പിന്നെ അതുപോലെ സാഫൊന്നും ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചെറുത് പ്രശ്നം വരുമ്പോൾ നമ്മൾ സ്യൂഡോമോണക്സ് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു ചെറിയ തൈ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിനിപ്പോൾ ഇത്രയും പുതിയ തൈകൾ വന്നു. അപ്പോൾ ഇതിന് ഈ ഒരു പോട്ടി മിക്സിൽ അത് നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും തൈകൾ കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വലിയ മദർ പ്ലാന്റ്. അപ്പോൾ ഞാനത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മദർ പ്ലാന്റ് മാറ്റി വെച്ചു. ഇനി ചെറിയ തൈകൾ എനിക്ക് വീണ്ടും പോട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്.
പിന്നെ പലപ്പോഴായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. കാരണം എനിക്ക് ഓരോ സമയത്ത് തിടുക്കത്തിലായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഓരോ സമയത്തും എടുത്ത് വെച്ച വീഡിയോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പോട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ചകിരിയുടെ ചെറിയ ചിപ്സാണ്, അതുപോലെ തന്നെ മെറ്റലും, ബേബി മെറ്റൽ. പിന്നെ ഈ ബേബി മെറ്റലിന് പകരം നിങ്ങൾക്ക് മണൽ തരിക്കുമ്പോൾ കിട്ടുന്ന ഒരു തരി ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ശ്രീലങ്കയിൽ ഒരു ചേച്ചിയുണ്ട് ഇതുപോലെ മണലിൽ നിന്ന് കിട്ടുന്ന ആ തരിയും അതുപോലെ ചകിരിയുടെ ചിപ്സും കൂടെ ചേർത്തിട്ട് പോട്ട് ചെയ്യുന്നത്. അവരുടെ അടുത്ത് വലിയൊരു ശേഖരം തന്നെയുണ്ട്. ഒരിക്കൽ ഞാൻ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. എന്തായാലും ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് പോവാത്തത്. ഒരിക്കൽ ഞാനവിടെ പോയി അവിടെ നിങ്ങൾക്കായിട്ടൊരു വീഡിയോ ഇടുന്നതാണ്. വലിയൊരാഗ്രഹമാണ് അവിടെ പോകണം എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് ചെയ്ത് കുറച്ച് എപ്പോഴും നമ്മൾ ചെറിയ പോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഇതൊരു പോട്ട് ഇവിടെ ഒഴിഞ്ഞ് അടീനം വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. അതുകൊണ്ട് ഒഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ ഇത് വെച്ചത്. നമുക്ക് പോട്ടി മിക്സ് ഒക്കെ കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് ചെറിയ പോട്ടിലാണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ പോട്ട് ചെയ്യുകയാണെങ്കിലും മാക്സിമം ഒരു 4 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ അതിൽ കൂടുതൽ വലിയ പോട്ടിൽ വെക്കരുത്. അപ്പോൾ ഗ്രോത്ത് വളരെ കുറവാണ് വലിയ പോട്ടിൽ പ്ലാന്റ് കൊണ്ട് വെക്കുമ്പോൾ. നിങ്ങൾക്ക് ചെറിയ പോട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നല്ല ഭംഗിയുള്ള പോട്ടിലേക്ക് ആ പോട്ട് ഉൾപ്പെടെ ഇറക്കി വെച്ചിട്ട് വളർത്താവുന്നതാണ്. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ മാക്സിമം ചെറിയ പോട്ടിൽ മാത്രം പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. മുമ്പൊക്കെ ഞാൻ മെറ്റലിൽ മാത്രമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല റിസൾട്ടാണ് അതിൽ അങ്ങനെ വെക്കുമ്പോഴും. പക്ഷേ നല്ല കഴിഞ്ഞതിലൊക്കെ നല്ല ചൂടായിരുന്നല്ലോ, ഇനി വരുന്നത് നല്ല ചൂടാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കാരണം നമുക്കിനി ഈ പ്ലാന്റിന് എത്ര വെള്ളം, ഒരുപാട് സമയം വെള്ളം നമ്മൾ കൊടുക്കേണ്ടി വരും മെറ്റൽ മാത്രം വെക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ നനയ്ക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായൊക്കെ വരുന്ന സമയത്ത് മറ്റാരെങ്കിലും ഇത് നനയ്ക്കുമ്പോൾ നമ്മൾ നനയ്ക്കുന്ന പോലെ നന്നായിട്ട് നനയ്ക്കേണ്ട, അവർ ജസ്റ്റ് ഒന്ന് വെള്ളം പിടിച്ചുകൊണ്ട് പോവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ആന്തൂര്യത്തിന് നല്ല ക്ഷീണം വന്നിരുന്നു. നല്ല ചൂട് തട്ടിയിട്ട് ലീഫൊക്കെ ഇങ്ങനെ ഒരു മുരടിച്ച് നിന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ഞാൻ എല്ലാ പോട്ടി മിക്സും മാറ്റിയിട്ട് മെറ്റലും ചകിരിയുടെ ചിപ്സും കൂടെ ചേർത്ത് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ചകിരി അതിലുള്ളതുകൊണ്ട് അത്യാവശ്യം വെള്ളം അതിൽ പിടിച്ച് നിൽക്കും. എന്നാൽ കൂടുതൽ അളിഞ്ഞ് നിന്നിട്ട് അതിൻ്റെ ചീയുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും വരില്ല. അത്യാവശ്യം നന്നായിട്ട് വേരോടാനും കഴിയുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇങ്ങനെ ഒരു പോട്ടിലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. എത്ര പ്രാവശ്യം നമ്മളിതിൻ്റെ വീഡിയോ ഇട്ട് ചെയ്താലും പലർക്കും പേടിയാണ് ഇപ്പോഴും മെറ്റലിലൊക്കെ ഓർക്കിഡും ആന്തൂറിയൊക്കെ ചെയ്യാൻ. ഞാനിവിടെ എല്ലാ ഓർക്കിഡും, എൻ്റെ അടുത്തുള്ള എല്ലാ വെറൈറ്റി ഓർക്കിഡും നഴ്സറിയിൽ സെയിലിനുള്ളത് വരെ ഞാൻ മെറ്റലിലാണ് വളർത്തുന്നത്. അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സെയിലിനുള്ള പ്ലാന്റ്സുകളാണ്. ഇതൊക്കെ സെമി മിനിയേച്ചറാണ്. മുമ്പത്തെ പോലെ ചെറിയ പ്ലാന്റും ചെറിയ ഫ്ലവറും അല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ എല്ലാം കുറച്ച് വലിയ പ്ലാന്റും വലിയ ഫ്ലവറും ആണ്. അതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും ഫ്ലവറിൻ്റെ സൈസൊക്കെ ഇതാണ്. അപ്പോൾ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ അടുത്തൊരു 18 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ഹായ് വിട്ടാൽ മതി. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയിൽ വാട്സപ്പിൽ ഷെയർ ചെയ്തിരുന്നതാണ്. ഇതിൽ റെഡൊക്കെ വരുന്നത് വളരെ വലിയ സൈസുള്ളതാണ് കേട്ടോ, നല്ല സൈസുള്ളതാണ്. അതുപോലെ തന്നെ ഇനി ചെറിയ പ്ലാന്റാണ് ഇഷ്ടമുള്ളവർക്ക് ചെറിയ റെഡും വരുന്നുണ്ട്. അപ്പോൾ ചെറിയ റെഡാണെങ്കിലും അതിൻ്റെ പ്ലാന്റിന് സൈസ് ഉണ്ട്. മറ്റേ വലിയതിനേക്കാളും നോക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ടും 2 വിധമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കേരളത്തിന് പുറത്തേക്കൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ചെറുത് തന്നെ എടുക്കാറ്, അല്ലെങ്കിൽ കൊറിയർ ചാർജ് ഒരുപാട് വരുന്നത് കാരണം. അപ്പോൾ 2 വിധത്തിൽ നമ്മളെടുത്ത് പ്ലാന്റ് ഉണ്ട്. ചിലർക്ക് നല്ല വലുതാവും ആവശ്യം. അപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.